ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ് കേട്ടോ. കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബീഫ് വെച്ചിട്ടുള്ളതല്ല, ചിക്കൻ വെച്ചിട്ടുള്ളതാണ്. ചിക്കൻ കപ്പ ബിരിയാണി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, രാവിലെ മുതൽ ഒരു പൂതി. ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പ്. കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നേരെ ഗ്രാൻഡിലേക്ക് വിട്ടു. അവിടുന്ന് ചിക്കനും കപ്പയും എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അവിടെ നിന്നില്ല. സാധനങ്ങളെല്ലാം എടുത്ത് നേരെ റൂമിലെത്തിയ പാടെ ആദ്യം തന്നെ നമ്മൾ ആ കപ്പയൊന്ന് ഐസൊക്കെ മാറാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നുണ്ട്. ഫ്രോസൺ കപ്പയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, 700 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് കപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ കവറെല്ലാം ഒന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, നല്ല മുഴുത്ത കപ്പയായിരുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്തു. ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമെന്ന്. 2 പാക്കറ്റ് കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 കിലോ ചിക്കനും. അപ്പോൾ 1400 ഗ്രാം കപ്പയുണ്ട്. അതുപോലെ തന്നെ 1 കിലോ ചിക്കനാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കനും ഇത് കണ്ടില്ലേ, നല്ല കഴുകി വൃത്തിയായിട്ട് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. അതിന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരല്പം ഗരം മസാല കൂടി, ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ആദ്യം തന്നെ ചിക്കൻ വറുത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ വറക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ചിക്കൻ വറുത്തിട്ടുണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടെ നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ വറുത്തിട്ടുണ്ടാക്കുന്നത്. ഇനി ഒരു 1/2 മുറി നാരങ്ങ നമ്മൾ അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാം. ഒരു ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും എടുക്കാം കേട്ടോ. പിന്നെ കപ്പയ്ക്കും നമ്മൾ ഉപ്പിട്ടിട്ടൊക്കെയാണ് വേവിക്കുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇടാൻ. ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് കണ്ട് നല്ലവണ്ണം തന്നെ നമ്മളത് ഒന്ന് നല്ല തിരുമ്മി എല്ലാ ഭാഗത്തും മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് കൈ കൊണ്ട് തിരുമ്മിയെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 5-8 അല്ലി വെളുത്തുള്ളി ഞാൻ 2ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇത് കണ്ടില്ലേ, അതിൽ മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനതിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ ഞാനിപ്പം ചിക്കനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മാരിനേറ്റ് ചെയ്ത കൂട്ടത്തിൽ തന്നെ 1/4 ടേബിൾ സ്പൂൺ ചിക്കനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നെ കറിയാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അത് നമുക്ക് മാറ്റി അവിടെ മൂടി വെക്കാം. ഇനി ഒരു 15-20 മിനിറ്റോളം ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിന് മുന്നേ കുറച്ച് ഓയിലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതൊന്ന് വറക്കാൻ വേണ്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ പാൻ്റെ എല്ലാ ഭാഗത്തേക്കും എണ്ണ ഒന്ന് ആകത്തക്ക രീതിയിൽ നമുക്ക് ആ പാനൊന്ന് കറക്കി കൊടുക്കാം കേട്ടോ. മൊത്തം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ
എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഓരോ പീസായിട്ട് ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മൊത്തം ചിക്കൻ തന്നെ ഈ പാനിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ചിക്കനെല്ലാം അങ്ങ് ചുരുങ്ങി വരുമല്ലോ, അപ്പം നല്ല സ്പേസ് കിട്ടും. അതുകൊണ്ട് ഞാൻ മൊത്തം ചിക്കൻ തന്നെ ഇട്ട് കൊടുത്ത് ഒറ്റയടിക്ക് ഞാൻ വറുത്തെടുക്കുകയാണ് ചെയ്തത്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. കണ്ടില്ലേ, ഞാൻ എല്ലാ ചിക്കനും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കപ്പയൊക്കെ നമ്മുടെ ഐസൊക്കെ മാറി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നുറുക്കിയെടുക്കാവേ. കപ്പ വേവിക്കുന്ന പോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കതൊന്ന് നുറുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കപ്പയൊന്ന് വേവാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഞാൻ ഒരു ചെരുവത്തിൽ കുറച്ച് വെള്ളം വെച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയൊക്കെയാണ്. അതിന് ഒരു 3 മീഡിയം ടൈപ്പ് സവാള, ഒരു തക്കാളി, കുറച്ച് ചെറുള്ളി, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി സവാളയൊക്കെ നമുക്കൊന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ 1 കിലോ ചിക്കൻ അല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കൊരു 3 മീഡിയം ടൈപ്പ് സവാളയുടെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് അതിലും വലിയ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കൂട്ടി അതിൻ്റെ അനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരിഞ്ഞെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറുള്ളി ഉണ്ടെങ്കിൽ എന്തായാലും അത് യൂസ് ചെയ്യണം. കാരണം ചെറുള്ളി നമുക്ക് നല്ല ടേസ്റ്റ് തരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 ചെറുള്ളിയോളം എടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞൊന്നുമല്ല ഞാൻ ഇടുന്നത് കേട്ടോ, ഇതുപോലെ തന്നെ മുഴുവനായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആ ചെറുള്ളി നന്നാക്കി എടുത്ത് ആ തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള ഇതാ കണ്ടല്ലേ, ചെറിയതായിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണേ. അപ്പോൾ സവാള അരിഞ്ഞ്, ചെറുള്ളി അതുപോലെ തക്കാളി നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാവേ. അപ്പം നമ്മുടെ തക്കാളിയും ചെറുള്ളിയും സവാളയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കപ്പ, അടുപ്പിൽ വെച്ചിരിക്കുന്ന കപ്പ ഒന്ന് വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയി കപ്പ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ഫ്രോസൺ കപ്പ ആയതുകൊണ്ട് ചിലപ്പം വേവാൻ പാടായിരിക്കുന്നു. പക്ഷെ എല്ലാം ഒരേ രീതിയിൽ തന്നെ നല്ലവണ്ണം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടേ. കണ്ടില്ലേ, ഈ ഒരു വേവ് മതി കേട്ടോ, ഒരുപാട് കുഴഞ്ഞു പോകണമെന്നില്ല. നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അടികട്ടിയുള്ള വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചേറെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ സാദാ ജീരകമില്ലേ, വലിയ ജീരകം, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2-3 തണ്ട് കറിവേപ്പില, പിന്നെ ചെറുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുള്ളി അതുപോലെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ചേറെ തന്നെ ഞാൻ ചെറുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നല്ലവണ്ണം ഒന്ന് സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടില്ലായിരുന്നോ, ബാലൻസ് അതുകൂടി നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ഈ സവാളയും ഒന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്
അതുകൂടി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കാവേ. ഇനി ഞാൻ ഏകദേശം 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3/4 ടേബിൾ സ്പൂൺ. ഇനി മല്ലിപ്പൊടി ഏകദേശം 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ മുളക് പൊടി കുറച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. ഇനി ചിക്കൻ മസാലയാണ് 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. അങ്ങനെ ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല ഏകദേശം ഒരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അടി പിടിക്കാനൊന്നും അനുവദിക്കരുത്. മസാലകൾ ഇട്ടതിന് ശേഷം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനേ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിട്ടില്ലേ, ആ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനോട് ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വട്ടമായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. വെള്ളമൊക്കെ ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത് കപ്പയിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, ഒരുപാട് കൂടരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ കപ്പ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ഉടച്ചിട്ടില്ല, എന്നാലും ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല കുഴമ്പ് പരുവത്തിന് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമേ. ഒരുപാട് ഡ്രൈ ആക്കുന്ന ഇഷ്ടമല്ല, കുറച്ച് ചാറോട് കൂടിയൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ട്, നമ്മൾ നല്ല ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കറിയും ആ കപ്പയും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു സമയത്ത് കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനിയും നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചിക്കൻ കപ്പ ബിരിയാണി വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അവസാനം 2 കറിവേപ്പില കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ടാറ്റാ.